പഠിപ്പിക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ്, പുരുഷന്മാരല്ല. പുരുഷന്റെ ചിന്താഗതി വെച്ചിട്ടല്ല സ്ത്രീകൾ അവരുടെ ചിന്തകളെ വളർത്തിയെടുക്കേണ്ടതെന്ന് സ്വാമിജി അന്നേ കണ്ടു. ഈ സ്ത്രീ ശാക്തീകരണം വന്നത് ഇപ്പൊ ഈ 150 വർഷത്തിന് ശേഷം കണ്ടു. അതിന്റെ മുമ്പേ സ്വാമിജി അത് സ്വപ്നം കണ്ടു. അതിനെ മനസ്സിലാക്കി സ്ത്രീകൾക്ക് വേണ്ടി ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും സ്ത്രീകളാണ്. അങ്ങനെ സ്വാമിജി വിഷമിച്ചിരിക്കുമ്പോൾ സ്വാമിജിക്ക് ഒരു പാശ്ചാത്യ ശിഷ്യയെ കിട്ടിയിരുന്നു 1895 നവംബർ മാസത്തിൽ. ആ മാസം കൂടി ഓർമ്മിക്കണം. ഒരു വിദേശ ശിഷ്യയെ കിട്ടിയിരുന്നു. നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആ വിദേശ ശിഷ്യയുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാൻ പറയും. ആരാത്? മാർഗരറ്റ് എലിസബത്ത് നോബൽ. അവര് സ്വാമിജിയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറാണെന്ന് സ്വമേധയാ അറിയിച്ചു. 12,000 ആളുകളാണ് അതിന്റെ കണക്കെടുത്ത് നോക്കിയാൽ ഇപ്പൊ ഒരു 30% ആളുകളുണ്ടാവും. 2 വർഷം കഴിഞ്ഞാൽ ആളുകളുടെ ഭയങ്കരമായി പുരുഷന്മാരുടെ ഭയങ്കരമായി കുറഞ്ഞു വരും. അതാണ് യാഥാർത്ഥ്യം. വിദ്യാലയങ്ങളിൽ ഞാൻ സന്തോഷം കോളേജിലാണ് എന്റെ ഡിഗ്രി പഠിച്ചത്. അവിടെ ചെല്ലുന്ന സമയത്ത് ആൺകുട്ടികൾ മാത്രമല്ലേ. ഇപ്പൊ ആ കോളേജിലേക്ക് പോകുമ്പോൾ ആൺകുട്ടികളാണ് പഠനത്തിലും അതുപോലെ തന്നെ എല്ലാ വിഷയത്തിലും പെൺകുട്ടികൾ വളരെ സീരിയസ് ആയി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഈ പടിഞ്ഞാറോട്ട വിഷ്ണുവിടെ ആശുപത്രിയില്ല, വിഷ്ണുകോട്ട് കണ്ടിട്ടല്ലോ. ആ ജംഗ്ഷന്റെ പ്രത്യേകത എന്താ? ആ ജംഗ്ഷന്റെ പ്രത്യേകത വിഷ്ണുകോട്ട് ജംഗ്ഷനും നമുക്ക് പിന്നെ കാനാടിക്ക് പോകുന്ന വഴിയില്ലേ, കാനാടിക്കാണ് പോകുന്നു വിചാരിക്കും. ആദ്യമായിട്ട് ശരിയാണ് നമ്മളെല്ലാം നെറ്റൊന്നുമില്ല, ഒരു സസ്യാണ് സംവിധാനം. അപ്പൊ അവിടെ വഴി കണ്ടുപിടിക്കണമെങ്കിൽ ആയിട്ടുള്ളത് സിഗ്നൽ ബോർഡാണ്, വഴികാട്ടിക്കായിട്ടുള്ള ബോർഡാണ്. നോക്കിയപ്പോൾ ആ ബോർഡ് താഴ്മയില്ല. ഈ 6 വഴിയുള്ള പേര് നാം കൊടുക്കുന്നു. ആ ബോർഡ് ശരിയാക്കി വെച്ചാൽ നമുക്ക് ഈ കാനാടിക്ക് പോകേണ്ട ആൾക്ക് കാനാടിക്ക് പോകാൻ പറ്റാൻ ബോർഡ് ശരിയാക്കി വെച്ചാൽ നമ്മളത് എങ്ങനെ വയ്ക്കും? ആ ബോർഡ് ശരിയാക്കി വെച്ചാൽ മതി. വേറെ ഒരാളോട് ചോദിക്കാൻ ഒരു മാർഗമില്ല. വന്ന വഴി നമുക്കറിയാലോ, ആ കരുതുന്ന സ്ഥലമാണ്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് യാത്രയും എവിടെയെങ്കിലും വഴികൾ തെറ്റും. ആ വഴികൾ തെറ്റുമ്പോൾ ശരിയായ വഴിയിലേക്ക് പോകാൻ ഏക മാർഗത നമ്മള് വന്ന വഴിയിലേക്ക് തിരിഞ്ഞു നിൽക്കുക എന്നതാണ് നമ്മുടെ ജീവിതം ശരിയായ രീതിയിൽ പോകാനുള്ള ഏക മാർഗം. അല്ലാതെ വേറെ മാർഗമില്ല. പക്ഷേ നമുക്ക് പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ പോവാണ്. പുതിയ സ്ഥലം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് തെറ്റുകളുണ്ടാവും. ആ തെറ്റുകൾ നമ്മൾ തിരിച്ചാനുള്ള ഏക മാർഗം ഏതാണ്? നമ്മൾ വന്ന സ്ഥലം ഏതാണ് വന്ന സ്ഥലങ്ങൾ?
കൊച്ചു കുട്ടികളോട് മാതാജി ചോദിക്കുകയോട് ചെയ്യും. ഹോസ്റ്റലിലെ കുട്ടികളോട് മാതാജി ചോദിച്ച് മനസ്സിലാക്കുകയൂടെ ചെയ്യും. അങ്ങനെ അനാരോഗ്യ കാരണങ്ങളാലാണ് ഇവിടെ വരാൻ സാധിച്ചില്ല മാതാജിക്ക്. അതുകൊണ്ട് മാതാജിയുടെ സാന്നിധ്യത്തില് മാതാജിയോട് വളരെ സ്നേഹത്തോടു കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് നിർവഹിച്ച പൂജനീയ മാനേജർ മാതാജി നിത്യാനന്ദ മാതാജിയേക്കും ആദരവോടുകൂടി കൃതജ്ഞത അറിയിക്കുന്നു.